ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ സൺഡേ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറാണ് കേട്ടോ. അമ്മയുടെ ഫാമിലി ആയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗെദറാണ്. വേറെ ഒന്നുമല്ല, അമ്മയുടെ ബ്രദർ അജ്മാനിലാണ്. അപ്പോൾ അവർ ഫാമിലി എല്ലാവരും നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് അവരവിടെ പോവാണ്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ഇപ്പോൾ അവിടേക്ക് എന്തെങ്കിലും മേടിക്കണമല്ലോ. അപ്പോൾ ഇവരുടെ ബേക്കേഴ്സിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ എന്ത് മേടിക്കും എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ കേക്കിലാണ് എത്തിയത്. അങ്ങനെ എന്താ പറയുക, പക്ഷെ അവിടെ ഇങ്ങനെ കുറേ പേസ്ട്രീസ്, ഡോണറ്റ്സ്, അതുപോലെ കപ്പ് കേക്ക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അതൊക്കെ വീഡിയോ എടുക്കാം എന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. ഈ എവരിഡേ ബേക്കേഴ്സിലത്തെ കേക്കിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുപോലെ റേറ്റും ഉണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ എന്താ പറയുക കേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കേക്ക് എടുത്ത് അമ്മതേ ബില്ലൊക്കെ പേ ചെയ്ത് അപ്പോൾ കേക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവരുടെ വീട്ടിൽ പോവാം. അപ്പോൾ ഇവിടെ ഉള്ളൂർ തന്നെയാണ് അവർ നിൽക്കുന്നത്, അവരുടെ വീട്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ മേടിച്ച് പേ ചെയ്തതിന് ശേഷം അവരെ കാണാനായിട്ട് അവരെ വീട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, അതായത് അങ്കിളുണ്ട്, പിന്നെ അമ്മയ്ക്കൊരു ബ്രദറും ഒരു സിസ്റ്ററുമാണുള്ളത്. സിസ്റ്റർ നാട്ടിൽ തന്നെയാണ്, ബ്രദർ അജ്മാനിലാണ്. അപ്പോൾ ആൾ വന്നപ്പോൾ ആൾ വരുമ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒന്ന് കൂടാറുള്ളത്. അപ്പോൾ ഇന്നവിടെ എല്ലാവരും ഉണ്ടാവും, ആൻറ്റിയുടെ ഫാമിലി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണാം. 1 ഇയറിന് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് അവർ സ്റ്റേ ചെയ്യുന്ന വീട്, ഇതാണ്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ കാറൊക്കെ കയറ്റിയപ്പോൾ എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള അവരുടെ എക്സ്പ്രഷനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ 1 ഇയർ കഴിഞ്ഞിട്ട് കാണാമല്ലോ. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം പിന്നെ അമ്മയുടെ ചേച്ചിയായാലും അതെ, എവിടെ ചെടി കണ്ടാലും അവർക്ക് അതൊക്കെ വേണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുരുമുളകിൻ്റെ ഇതിങ്ങനെ വലുതായി നിൽക്കണു, അതുപോലെ വേപ്പിൻ്റെ ഇല, ഇത് എന്തൊക്കെ കയ്യിൽ കിട്ടണം അതൊക്കെ പറിച്ചിട്ട് ചേച്ചി അനിയത്തി ഈ സൈഡിൽ നിന്ന്, ചേച്ചി ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും കൂടെ ഇവിടെ നിന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഉച്ചയായപ്പോഴത്തേനും പിള്ളേരൊക്കെ കൂടി ചാടി കയറിയിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. ബിരിയാണിയൊക്കെ ആയിരുന്നു, ബിരിയാണി, ചിക്കൻ, സാലഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇത് അതായത് അപ്സ്റ്റെയറിൽ അവരിങ്ങനെ ബുക്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ അങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെ ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇവിടെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ റൂമിലും പിള്ളേരാണ് ഇപ്പം കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ റൂമിലും എല്ലാവരും ഓരോരുത്തരുണ്ടാവും. അങ്ങനെ ഉച്ചയ്ക്ക് ഫുള്ള് ഞങ്ങൾ പിള്ളേരെല്ലാവരും അതിൻ്റെ ഉള്ളിലായിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേനും പിന്നെ മിട്ടുമൊക്കെ താഴത്തേക്ക് ഇറങ്ങി, ഇനി നമുക്ക് ചായ കുടിച്ച് വീട്ടിൽ പോകാം എന്നാണ് വിട്ടു പറയണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ താഴെ ഇറങ്ങി ചെന്ന് ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്ത് കുറച്ച് നേരം ഇരിക്കാനായിട്ട്. അപ്പോൾ പപ്പയ്ക്ക് പനിയാണ് കേട്ടോ. പനി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാണ് ആൾ. അപ്പോൾ പപ്പയും അമ്മയും പിന്നെ വല്യപ്പനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി, പിന്നെ എല്ലാ കുട്ടിപ്പട്ടാളും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ കഥ പറഞ്ഞിരിക്കണു, ഇവരുടെ കളിയൊക്കെ കണ്ടിരിക്കണം. ഇവരാണെങ്കിൽ എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ ഇങ്ങനെ കളിച്ച് ചിരിച്ച് കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല. ട്രെയിൻ പോലെയാണ് പിള്ളേർ. അപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക, കുറേ എണ്ണം. ഇപ്പോൾ ഇങ്ങനെ ഒരു 21 റൂളെന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ളൊരു ഗെയിം അവർ കളിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിമൊക്കെ കാണുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് കുറേ ഗെയിമുകളുണ്ടല്ലോ. അപ്പം നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. നമ്പർ പറയുമ്പോൾ എന്തോ റൂള് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടെ എങ്ങനെയാണ്. പക്ഷെ ഇവർ നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ മഴയത്തേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, 1 ഇയറിന് ശേഷമാണ് ഇവരെയൊക്കെ കാണുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ എന്തൊരു വേഗം വലുതാവണേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം കഴിഞ്ഞ വർഷം കണ്ടതാണ്. കഴിഞ്ഞ ജൂലൈയിലാണ് ഇവർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മാരേജ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവർ വന്നിട്ട് പിന്നെ പോയതാണ്. പിന്നെ ഇപ്പോൾ ഈ ജൂലൈയിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ 1 ഇയർ ആയിട്ടുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ചേഞ്ചസ് ആയി. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. അതൊക്കെ ഒരു മെമ്മറി അല്ലേ. പിന്നെ ആയാലും നമുക്ക് കാണാമല്ലോ. അതായത് ഇതിനിടയിൽ ഇങ്ങനെ ചാടിക്കളിച്ച് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവരിങ്ങനെ ഓരോന്ന് പറയണ കേൾക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം ഇവളുണ്ടല്ലോ, ഇവള് ഭയങ്കര കുട്ടിക്കുറുമ്പിയാട്ടോ. എന്താ പറയുക, കുഞ്ഞു വായിൽ വലിയ വർത്താനമാണ് അവൾക്ക്. അപ്പോൾ ഞാൻ അവളെ ജസ്റ്റ് വീഡിയോയിലെടുത്തു. പക്ഷെ അവൾ എൻ്റെ വീഡിയോ ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവളുടെ ഡ്രസ്സിൻ്റെ എന്താ പറയുക ടാഗൊക്കെ കെട്ടിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതൊക്കെ കണ്ടിരിക്കാം കേട്ടോ. മഴ ചെറുതായിട്ട് പുറത്ത് പെയ്യുന്നുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം കുട്ടും മിട്ടും ഞങ്ങളുടെ കൂടെ വന്നില്ല കേട്ടോ. അവരവിടെ നിന്നു. പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവരെ രാത്രി കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്കിൾ. അങ്ങനെ വൈകിട്ടായപ്പോൾ അവരെ കൊണ്ടാക്കാൻ വന്നതാണ് അങ്കിൾ. പിന്നെ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയും മമ്മിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ച് നാളായില്ല, അപ്പോൾ എന്നെയും കുഞ്ഞവനെയൊക്കെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ 7th മന്ത് സെറിമണിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ കാണാൻ കുറച്ച് നേരം വർത്തമാനം പറയാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്ന് അത് കഴിഞ്ഞ് പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ. അവർ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല, നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ സൺഡേ വ്ളോഗ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് വരുന്നവരെ ബൈ ബൈ.